പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതകളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ ഏതൊരു പ്രകോപനപരമായ നീക്കത്തിനും അപ്പോൾ തന്നെ വെടിയുതിർത്തുകൊണ്ട് മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണെന്നാണ് ഖാലിബാഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ തങ്ങൾ ഇതുവരെ കൈക്കൊണ്ട യുദ്ധമുറകളെക്കുറിച്ചും ഖാലിബാഫ് തന്റെ മുന്നറിയിപ്പിൽ വിവരിക്കുന്നുണ്ട്. കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാന്റെ പാർലമെന്റായ മജ്ലിസിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഖാലിബാഫ് അമേരിക്കയ്ക്ക് കർശനമായി താക്കീത് നൽകിയത്. അമേരിക്കയുടെ ഒരു മൈൻ സ്വീപ്പർ കപ്പൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് ഈ പ്രതികരണം. അമേരിക്കൻ കപ്പൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് 1 ഇഞ്ച് നീങ്ങിയാൽ പോലും ഇറാൻ വെടിയുതിർക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ സൈന്യം സദാ സജ്ജമാണെന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത്. തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ ഇറാൻ വിന്യസിച്ചിരിക്കുന്ന അദൃശ്യമായ പ്രതിരോധ സംവിധാനങ്ങൾ സംരക്ഷിക്കാനുള്ള ഉറച്ച നിലപാടും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അതിൽ വിദേശ ഇടപെടലുകൾ അനുവദിക്കില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു. കടലിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മൈനുകളെ കണ്ടെത്തി നശിപ്പിക്കാനാണ് ഇത്തരം കപ്പലുകൾ ഉപയോഗിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന അമേരിക്കൻ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. എന്നാൽ സമാധാനപരമായ കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താൻ അമേരിക്ക ഇത്തരം കപ്പലുകൾ ഉപയോഗിച്ച് രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഇറാന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ മൈൻ സ്വീപ്പറിന്റെ സാന്നിധ്യം ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് അവർ കാണുന്നത്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് പാതയിലൂടെയാണ് ലോകത്തിലെ ആകെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ ഏകദേശം 20 മുതൽ 30% വരെ കടന്നുപോകുന്നത്. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ഈ പാത അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടായാൽ പോലും ആഗോള എണ്ണവില കുതിച്ചുയരും. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖാലിബാഫിന്റെ പ്രസ്താവന ആഗോള വിപണിയിലും വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ വിദേശ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്ക ഇടപെടേണ്ടതില്ല എന്നാണ് ഇറാന്റെ പ്രഖ്യാപിത നയം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ മിസൈൽ ശേഷിയും ഡ്രോൺ സാങ്കേതിക വിദ്യയും ഇറാൻ പലതവണ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ പരിധി ലംഘിക്കരുത് എന്ന് ഖാലിബാഫ് പറഞ്ഞത് ഇറാന്റെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ സൈനികമായ കരുത്ത് പ്രകടിപ്പിക്കുക എന്ന തന്ത്രം കൂടിയാണ് ഇറാൻ ഇവിടെ സ്വീകരിക്കുന്നത്. ഖാലിബാഫിന്റെ ഈ മുന്നറിയിപ്പ് വെറുമൊരു വാക്പോരായി അവസാനിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ്. അമേരിക്കൻ കപ്പലുകൾ മേഖലയിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിൽ ഒരു സൈനിക ഏറ്റുമുട്ടലിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന ഒരു വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ തന്നെ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയോടെയാണ് ഈ വിഷയത്തെ വീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ വാക്കുകൾ മേഖലയിലെ സംഘർഷാവസ്ഥ എത്രത്തോളം രൂക്ഷമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം. അമേരിക്കൻ മൈൻ സ്വീപ്പർ കപ്പലുകൾ പിന്മാറുമോ അതോ ഇറാൻ പറഞ്ഞതുപോലെ വെടിയുതിർക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്.